വാട്ട് ദ ഹെൽ? ഇവരെങ്ങനെ വരൂ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആൽവി, നീ എന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, പോണ്ടേ? അവരുടെ കയ്യിലെങ്ങാനും പെട്ടാ തീർന്ന്. പോവാം, ബട്ട് ക്രിസ്റ്റി അവനെന്താ നമ്മളെ വിളിച്ചു പറയാത്തെ? ഇനി അവനെന്തെങ്കിലും പറ്റി കാണുമോ? ഓ ആൽവി, അവനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. നിനക്ക് കണ്ണില്ലേ? ക്യാമറയിൽ നോക്ക്. അവൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്. വിളിച്ചു പറയാൻ ടൈം കിട്ടി കാണില്ല. ഇപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നീ ഒന്ന് വന്നേ. വരുവാ, പോവാം പോവാം. ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് എടുക്ക്. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വേം. ആൽവി, what happened? ഏയ് ഒന്നുമില്ല. അത് 6 വർഷമായി അവരെയൊക്കെ കണ്ടിട്ട്, അവരുടെ ഫേസൊക്കെ കണ്ടിട്ട്. ജസ്റ്റ് അവൻ ഒരുപാട് മാറിപ്പോയി. വാ പോവാം. ഇതേ സമയം പുറത്ത് ആൽവിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റി കുറച്ച് ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊരു പൊരിഞ്ഞ തല്ല് തന്നെയാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീനെ അവരൊന്നും ചെയ്യുന്നില്ല, എന്നാലും അത്യാവശ്യം ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് കാണിച്ചൊപ്പിക്കുന്നു. മനഃപൂർവ്വം വീടിനകത്തേക്ക് കയറാനുള്ള ടൈം ഡിലേ ആക്കാൻ വേണ്ടിയായിരുന്നു ഈ ഗുണ്ടകൾ, അല്ലാണ്ട് അവരെ രക്ഷിക്കാനൊന്നുമല്ല. ആ ഗുണ്ടകൾക്ക് ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ക്രിസ്റ്റിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ബട്ട് എത്രത്തോളം ഇവരെ ഡിലേ ആക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കണം, എന്നാലേ അകത്തുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതായിരുന്നു ക്രിസ്റ്റിയുടെ ഐഡിയ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ ആൽവി ഇങ്ങനെ ഓടി ഒളിക്കുന്നേ? 6 വർഷമായി എന്നൊക്കെയാണല്ലോ പറയുന്നേ. ക്രിസ്റ്റി എന്തിനാ ഇവനെ ഹെൽപ്പ് ചെയ്യുന്നേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ പതിയെ നമുക്ക് മനസ്സിലാക്കാട്ടോ. ഹാളിലെത്തിയ നമ്മുടെ ആൽവി ടീമും അവിടെ വെച്ചിരിക്കുന്ന ഒരു അലമാരയുടെ അടുത്തേക്കാണ് ചെന്നത്. ആൽവി അലമാര തുറന്നതും അതിനകത്ത് അവൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് മാറ്റിയപ്പോൾ അതിന് പിന്നിൽ ഒരു സെൻസർ ഉണ്ടായിരുന്നു. അതിലേക്ക് പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. ഉടനെ തന്നെ ആ ഒരു അലമാര മൊത്തത്തിലൊരു ഡോറായി മാറിയിട്ട് അവർക്കൊരു ടണൽ ഡോറാണ് ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. അതിനുള്ളിലൂടെ ഒരു ടണലായിരുന്നു. ഇതിൻ്റെ എല്ലാം ഐഡിയ നമ്മുടെ ക്രിസ്റ്റിയുടെ തന്നെയായിരുന്നു കേട്ടോ. ഈ ടണലിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം യാത്രയ്ക്ക് ശേഷം ഇവർക്ക് ഈ ഹോൾ ഫോറസ്റ്റ് വിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് ആ ടണലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പതിയെ ആ ഡോറും അടഞ്ഞുപോയി. ഇതേ സമയമാണ് ഗുണ്ടകളുമായിട്ടുള്ള ആ യുദ്ധമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇവരെല്ലാവരും അകത്തേക്ക് കയറി വരുന്നത്. അകത്തേക്ക് കയറി, അതായത് ആ ഡോറ് കടന്ന പാടെ ആ റൂം ഫുള്ള് സ്മോക്ക് കൊണ്ട് നിറയുമായിരുന്നു. ദാറ്റ് സംതിങ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തു വെച്ചൊരു സംഭവമായിരുന്നു അത്. എല്ലാവരെയും ഒന്ന് അടിച്ചൊതുക്കിയതിന് ശേഷം കതക് ജസ്റ്റ് ചവിട്ടി തുറക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അവിടെ ആകെ ഒരു വെള്ളപ്പൊക്കം കൊണ്ട് നിറഞ്ഞത്. ഇവർക്കൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ലായിരുന്നു. ക്രിസ്റ്റിയാണെങ്കിൽ അവർ രക്ഷപ്പെട്ട് കാണുമെന്ന് ചിന്തിച്ച് ആകെ വെപ്രാളത്തിലാണ്. അവൻ്റെ ഈ ഭാവമാറ്റം എല്ലാം തന്നെ ആദം അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഓരോരുത്തരായിട്ട് പലരായി പിരിഞ്ഞ് അവിടെ ആകെ അരിച്ചു പെറുക്കി ആ വീഡിയോ മൊത്തത്തിൽ കുടഞ്ഞിട്ടു എന്ന് പറയാം. പക്ഷേ ഒരാളെ പോയിട്ട് ഒരു രോമം പോലും അവർക്ക് അവിടെയൊന്നും കിട്ടിയില്ല. എല്ലാവരും ഹാളിലായിട്ട് വന്നിരിക്കുക. വീണ്ടും ആൽവി ഞങ്ങളെ മണ്ടന്മാരാക്കി എന്നത് ഓർത്ത് ജസ്റ്റ് ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം 6 വർഷമായി ഇവർ ആൽവിയുടെ പുറകെ കൂടിയിട്ട്, എന്നിട്ടും ഇതുവരെ ആൽവിയുടെ ഒരു എന്താ പറയുക, അവൻ്റെ രോമത്തിൽ പോലും അവർക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആകെ ഫ്രസ്ട്രേഷൻ അടിച്ച് ദേഷ്യം പിടിച്ച് ഇവർ ഭയങ്കര ഇറിറ്റേഷനോടെയാണ് ഹാളിലിരുന്നത്. പെട്ടെന്നാണ് അലമാരയ്ക്കുള്ളിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ സിദ്ധു ആ അലമാര ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആൽവിയുടെ ആ ഫോട്ടോ കണ്ടു. ഒന്നാമത് ദേഷ്യം പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഫോട്ടോ കണ്ടപാടെ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഷൂട്ട് ചെയ്തു. പെട്ടെന്ന് ആ ഫോട്ടോ താഴെ വീണ് പൊട്ടി. ബട്ട് അതിൻ്റെ പിന്നിലെ സെൻസർ ഇവർ കണ്ടു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റിക്കാണെങ്കിൽ നല്ല പേടിയായി. കാരണം ഇനി എങ്ങാനും അവരെ ടണൽ കടന്നിട്ടില്ലെങ്കിൽ ഇവരിത് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ പ്രശ്നമാവും. ബട്ട് പാസ്വേഡ് ഇവർക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പും ക്രിസ്റ്റിക്കില്ലായിരുന്നു. എങ്ങാനും ഇനി കിട്ടിക്കഴിഞ്ഞാൽ സപ്പോസ് ആൽവിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ക്രിസ്റ്റി ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് ഒരുപാട് ഭാഗങ്ങൾ മിന്നി മറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അവൻ അറിയാണ്ട് അവനെ ശ്രദ്ധിക്കുന്ന ആദം കാണുന്നുണ്ടായിരുന്നു. വാട്ട് ദ ഹെൽ? നമ്മുടെ വീട്ടിലേക്ക് ഞാൻ കണ്ടുപിടിച്ച എസ്കേപ്പ് റൂട്ട് അതെങ്ങനെ ഇവിടെ വന്നു? ഇത് എൻ്റെ ഐഡിയ അല്ലേ? ഹൗസ് ദിസ് ഈവൻ പോസിബിൾ? അതൊക്കെ പിന്നെ ഇപ്പം അതെങ്ങനെയെങ്കിലും ഒന്ന് തുറക്കാൻ നോക്ക്. തുറക്കണമെങ്കിൽ പാസ്വേഡ് വേണം ജിത്തു.
പാസ്വേഡ് നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും? എവിടെ നിന്ന് കണ്ടുപിടിക്കും? ഏതെങ്കിലും പാസ്വേഡ് അടിച്ചു കൊടുത്താൽ അത് തുറക്കത്തൊന്നുമില്ല. ഓ, മാറി നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. എന്റെ സിദ്ധു, നീ എന്ത് പൊട്ടത്തര ഈ കാണിക്കുന്നേ? നമ്മുടെ പാസ്വേഡ് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു കൊടുത്താൽ അത് വർക്കാവൂ? വർക്കായി. അതെ, വർക്കായി. ഞാൻ വെറുതെ അടിച്ചു കൊടുത്തതാ. നമ്മുടെ പാസ്വേഡ് എങ്ങനെ ഇവിടെ? ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇത്രയും കാലം നമ്മൾ അവന്റെ പുറകെ ആയിരുന്നു അതോ അവൻ നമ്മുടെ പുറകെ ആയിരുന്നു? അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ നമ്മുടെ ഇടയിലും ചാരനൊക്കെ ഉണ്ട്. അതാരാന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ അവന്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താലും അവൻ അറിയും. നമ്മുടെ ഇടയിൽ ആ ചാരൻ അതാരായാലും അവന് ജീവനോടെ വെക്കരുത്. എന്നാലും നമ്മുടെ എല്ലാ ഐഡിയാസ്, ഈവൻ പാസ്വേഡ് പോലെ ഇത്രയോ പെട്ടെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? കഴിഞ്ഞ ആഴ്ചയിലെ ടണലിന്റെ പഴി കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കിയത് നമ്മൾ. അപ്പോഴേക്കിതേ അതുവരെ ലീക്കായി. ഉടുതുണി പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എൻ്റെ ദൈവമേ. ക്രിസ്റ്റി, നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ജസ്റ്റ് ഇല്ലാത്ത ദിവസം നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും പുറത്തേക്ക് പോയോന്ന് ചിന്തിച്ചതാ. കാരണം ഈ ഐഡിയ വെറുതെ ഫോണിലൂടെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ, നേരിട്ട് വന്ന് പറഞ്ഞാലല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാനതൊന്ന് ചിന്തിച്ചു നിന്നതാ. അങ്ങനെയാണെങ്കിൽ നിന്നെ തന്നെ ആദ്യം സംശയിക്കേണ്ടത് ജസ്റ്റ് ഇല്ലാതിരുന്ന ദിവസങ്ങളിലും ടണലിന്റെ പണി നടന്ന ദിവസങ്ങളിലും ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് നീയാ. അതിന് ഞാൻ വേറെ എവിടെയും പോവാറില്ല. കൂടിപ്പോയാൽ ഞാൻ ആ പബ്ബിലേക്കൊന്ന് പോവും. നിനക്ക് അത്രയ്ക്ക് ഡൗട്ട് ആണെങ്കിൽ നീ അവിടെ വിളിച്ച് അന്വേഷിച്ച് നോക്ക്. ഞാൻ എപ്പോഴൊക്കെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ പബ്ബിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ, വേറെ എങ്ങോട്ടും പോവാറില്ല. അത് പോകുന്നത് നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല. ടണൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത ആരെങ്കിലും പുറത്തേക്ക് പോയോന്നാ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള വേറെ ആരെങ്കിലും പോയോന്നാ. നീ പറയുന്ന പോലെയാണെങ്കിൽ എനിക്ക് നമ്മുടെ ഇടയിൽ നിന്നെ തന്നെ ഡൗട്ട് അടിക്കാം. നീ എന്നാ 24 മണിക്കൂറും വീട്ടിനകത്ത് പെറ്റു കിടക്കുമായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ അനന്തു ചായൻ രാവിലെ പോയാൽ വൈകുന്നേരം അല്ലേ കയറി വരുന്നത്? എനിക്ക് വേണമെങ്കിൽ അനന്തു ചായനെയും പറയാലോ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കല്ലേ ആദമേ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഒന്നാമത് മനുഷ്യൻ തലയ്ക്ക് നല്ല പ്രാന്ത് പിടിച്ച് നിൽക്കുവോ, അപ്പോഴാണ് അവൻ്റെ ഒക്കെ. ആദമേ, നീ മിണ്ടാതിരുന്നോ? ക്രിസ്റ്റി, അങ്ങനെ പുറത്തേക്ക് പോയ ആരെങ്കിലും നിനക്കറിയോ? എനിക്കറിയില്ല, പക്ഷെ വീട്ടിലുണ്ടായിരുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് നോക്ക്. എടാ, ടണൽ ഉണ്ടാക്കാമെന്ന പണിക്കാരിൽ ഒരാളെ മക്കളെ കാണാനാ ഫുഡ് കഴിക്കാനാ എന്നൊക്കെ പറഞ്ഞ് കുറെ തവണ പുറത്തു പോയില്ലായിരുന്നു. ഇനി അയാളെങ്ങാനായിരിക്കുവോ? നിങ്ങളൊക്കെ പിന്നെ എന്നെ ഉണ്ടാക്കുമായിരുന്നു അവിടെ. ഇപ്പൊ സമാധാനം ആയല്ലോ എല്ലാത്തിനും. കയ്യെ കിട്ടിയതാ അവനെ. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ? എടാ ജസ്റ്റി, നീ ഒന്ന് അടങ്ങ്. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഇത് പോയാ പോട്ടെ. നീ പോലീസിനെ പിടികൊടുത്തത് എന്തായാലും വെറുതെ ആയില്ലല്ലോ. നമ്മുടെ ട്രാപ്പ് ഏതായാലും വർക്കായിട്ടുണ്ട്. മറ്റവന്മാരുടെ ലൊക്കേഷൻ നമ്മൾ പൊക്കിയിട്ടുണ്ട്. അവന്മാരെങ്കിലും കയ്യെ കിട്ടും, നീ പേടിക്കണ്ട. ഇപ്പൊ എന്തായാലും ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. വാ, തിരിച്ചു പോവാം. പോവാം. ആദമിച്ചായ ആ പണിക്കാരനെ തൂക്കണം. അവൻ ഇനി ജീവനോടെ അടുത്ത പ്രഭാതം കാണാൻ പാടില്ല. അത് ഞാൻ നോക്കിക്കോളാം. വൈകുന്നേരത്തിന് മുമ്പ് അവൻ നമ്മുടെ ബേസ്മെന്റിൽ ഉണ്ടായിരിക്കും. അയാളെ എന്തിനാ തൂക്കണേ? ആൽവി അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇതൊക്കെ അറിഞ്ഞതാണെങ്കിലോ? വെറുതെ എന്തിനാ ഒരു പാവ കുടുംബം നശിപ്പിക്കാൻ നിൽക്കുന്നേ? ആഹാ, എപ്പത്തൊട്ടാണാവോ മിസ്റ്റർ ക്രിസ്റ്റിക്ക് മനസ്സലിവ് തോന്നി തുടങ്ങിയത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആൽവി എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്ത തെറ്റിന് അവന് മാപ്പില്ല. അവൻ അതിനുള്ള ശിക്ഷ അതെൻ്റെ കയ്യിൽ നിന്നുള്ള മരണം മാത്രം. ചതി എന്ന വാക്കിന് മരണവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് ആൽവിക്കും അവനെ ഹെൽപ്പ് ചെയ്യുന്ന അത് ഇത് ഏത് പാവത്താനായാലും അവനും ഒരു വിധിയേ ഉള്ളൂ, എ പെയിൻഫുൾ ഡെത്ത്. അതിന് മാത്രം ആൽവി എന്നാ ചെയ്തേ? സത്യാവസ്ഥ എന്താന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവൻ എന്താ ചെയ്തെന്ന് നിനക്കൊന്നും അറിയില്ലല്ലേ? അന്ന് നേരിട്ട് കണ്ട എല്ലാത്തിനും ബോധിച്ചതല്ലേ? അന്ന് ഈ നാക്കൊന്നും കണ്ടില്ലല്ലോ. ഇവൻ ഇപ്പോഴും അവനോടുള്ള കൂറൊന്നും മാറിയിട്ടില്ല. ഒന്നില്ലേലും പണ്ട് രണ്ടുപേരും ഭയങ്കര ബെസ്റ്റീസ് അല്ലായിരുന്നോ? ഇനി വേറെ വല്ലതും ആയിരുന്നോ എന്ന് ആർക്കറിയാം. ദയാദമേ, അനാവശ്യം പറയാൻ നിൽക്കരുത്. ക്രിസ്റ്റി, മതി. വെറുതെ അവന് വേണ്ടി വാദിച്ച് നീ പണി വാങ്ങി കൂട്ടണ്ട. വാടച്ചിരുന്ന നിനക്കൊള്ളാം, ഇല്ലെങ്കിൽ നീ പിന്നെ സംസാരിക്കില്ല. പണ്ടത്തെ ജസ്റ്റി അല്ല ഞാൻ. എന്ത് ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല. കൊന്ന് തള്ളു ഞാൻ എല്ലാത്തിനെയും. ഒന്നാമത് മനുഷ്യൻ നല്ല വേവ് കയറി നിൽക്കുക. ആദമിച്ചായ അയാളെ തൂക്കണം. ഇനി അയാൾ ഒരു ഏത് പാവത്താനായാലും ഒരു കുഴപ്പമില്ല എനിക്ക്. അവന്റെ പാവം. അല്ലേ, ഇനി ഇപ്പോഴും നിനക്ക് അവനുമായിട്ട് വല്ല കണക്ഷനും ഉണ്ടോ?
അതുകൊണ്ടായിരിക്കും അവനെ പറയുമ്പോ എപ്പോഴും നിനക്ക് പൊള്ളുന്നേ. ആദമേ, നിന്നോട് ഞാൻ പറഞ്ഞു വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുതെന്ന്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, അല്ലാണ്ട് നിന്നെ പോലെയല്ല. നിനക്ക് ഈ കാര്യത്തിന് വയസ്സും പ്രായമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സത്യമൊക്കെ തുറന്ന് കാണിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം നിങ്ങളുടെ കണ്ണൊക്കെ മൂടിപ്പോയിരിക്കുക. നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അവസാനം നന്മയ്ക്ക് മാത്രമേ വിജയം ഉണ്ടാവൂ. അത് ഓർത്താ നിങ്ങൾക്ക് കൊള്ളാം. സത്യം തെളിയുന്ന അന്ന് കുറിച്ചിട്ടോ നിങ്ങളൊക്കെ നീറിച്ചാവും. പ്രത്യേകിച്ച് നീ ആദമേ, കുറ്റബോധം കൊണ്ട് നീ നീറും. ഇവൻ ഇത് എന്തൊക്കെയാ എന്റെ കർത്താവെ ഇങ്ങനെ വിളിച്ചു പറയുന്നേ? ഇവന്റെ തലയ്ക്ക് വല്ല ഓളമാണോ? അവന്റെ അല്ല, നിന്റെ തലയ്ക്കാ ഓളം. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നീ എന്തിനാ പറയാൻ പോകുന്നേ? നിന്റെ നാക്കിനൊരു ബ്രേക്ക് ഇട്ടാ നിനക്ക് കൊള്ളാം. വന്നു ഞാൻ നിങ്ങളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നറിയാം. അതിനെയാണല്ലോ സർപ്രൈസ് എന്ന് പറയുന്നത്. സോ ഗൈസ്, സർപ്രൈസ്! ഇതെന്താ ആരുടെ ഫേസിൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത? ആർക്കിട്ടോ പണിഞ്ഞിട്ടാ വരുന്നതെന്ന് തോന്നുന്നു. ആക്ടിങ് ഇടാം. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. സുഖമല്ലേ എല്ലാവർക്കും? എന്ത് വാടാ ചെറുക്കാ നിന്റെ മുടി നീ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഒറ്റൊരെണ്ണം വെച്ചാന്നാണ്ടല്ലോ. എന്തുവാ നിന്റെ കോലം ഇത്? ഇഷ്ടപ്പെട്ടില്ല? പുതിയ ഫാഷനാണ്. ഞാൻ മാറ്റിക്കോളാം. തുറച്ചു നോക്കി പഠിപ്പിക്കണമെന്നില്ല. മതി നിന്ന് കൊണവണ പറഞ്ഞത്. വന്ന് കയറിയതല്ലേ ഉള്ളൂ. പോയി കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. ഏട്ടാ, അവനെന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്ക്. ഞാൻ മുറി കാണുവേ. അവനൊന്ന് ചിരിച്ചല്ലോ. ഇനിയെങ്കിലും ജസ്റ്റിയുടെ മുഖത്ത് ആ ചിരി ഒന്ന് കാണാൻ പറ്റും. സമാധാനം. എന്തായാലും ഈ പൊട്ടാസ് തിരിച്ചു വന്നത് നന്നായി. താങ്ക്സ് ജേഡൻ ഇച്ചായ. ഇച്ചായ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളവിടെ പെട്ടുപോയേനെ. അയ്യേ, നീ എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നേ? അതൊന്നും വേണ്ട. ഇന്ന് എന്റെ ഫാമിലി നിലനിൽക്കാൻ കാരണം അത് നീയാ. സോ താങ്ക്സ് പറയുകയാണെങ്കിലും അത് ഞാൻ അങ്ങോട്ടാ പറയണ്ടേ. ആൽവി, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. നീ അവരെ കണ്ടിട്ട് 6 വർഷമായി എന്നല്ലേ പറഞ്ഞേ? ആക്ച്വലി 6 വർഷമൊക്കെ ആയിട്ട് പിരിഞ്ഞിരിക്കാനും അവർ നിന്നെ ഇങ്ങനെ വേട്ടയാടാനും ശരിക്കും നിങ്ങളുടെ ഇടയിൽ എന്താ സംഭവിച്ചത്? നമ്മളൊക്കെ ഒരുമിച്ചാണ് പഠിച്ചതെങ്കിലും നിങ്ങളുടെ സ്റ്റോറി ഫുള്ളായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സോ പ്ലീസ് ആൽവി, പറ, നിങ്ങളുടെ ഇടയിൽ ശരിക്കും എന്താ പ്രശ്നം? എല്ലാ കഥയിലെയും പോലെ തന്നെ വേദാർത്ഥ മെഡിക്കൽ കോളേജിലേക്ക് MBBS എന്ന സ്വപ്നമായി എത്തിയ ഞാനും ക്രിസ്റ്റിയും. അതായിരുന്നു സ്റ്റാർട്ടിങ്. ഓ മൈ ഗോഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കോളേജ്. എന്താ രസമല്ലേ കാണാൻ. അപ്പം എങ്ങനെയാ മോനെ, തുടങ്ങുമല്ലേ? പിന്നല്ല, വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറാം. വാ മോനെ വാ. ഐശ്വര്യമായിട്ട് കയറുന്നതൊക്കെ കൊള്ളാം. സീനിയേഴ്സിന്റെ മുമ്പിലൊന്നും പോയി പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചോ മോനെ. വാ. ആഹാ, ഓയ് മോളെ പച്ചക്കളി, ഇങ്ങ് വാ. അയ്യോ എടി നമ്മളെ, വാ വാ, നീ ഇങ്ങോട്ട് പോ, നീങ്ങ് വാടി. ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ? എങ്ങനെയുണ്ട് മോളെ കോളേജൊക്കെ? ഇഷ്ടപ്പെട്ടോ? ആ ചേട്ടാ, ഇഷ്ടായി. നല്ല കോളേജാ. അയ്യടാ, കൊച്ചിന് കോളേജൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു പാട്ടായാലോ? അയ്യോ ചേട്ടാ, ചതിക്കരുത്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ദേ ഇവിടെ നന്നായിട്ട് പാടും. ആഹാ, എന്തു നല്ല കൂട്ടുകാരി. എന്നാ മോള് പാടിയാലും മതി. എടി സാമദ്രോഹി. ചേട്ടാ, അവള് വെറുതെ പറഞ്ഞതാ. ഞാൻ അത്രയ്ക്ക് വലിയ പാട്ടുകാരിയൊന്നുമല്ല. എനിക്ക് പാടാൻ പോയിട്ട് പാട്ടിന്റെ പാ പോലും പറയാൻ അറിയില്ല. പ്ലീസ് ചേട്ടാ, വിട്ടേക്ക്. എടാ സിദ്ധു, നീ ഇവിടെ എന്നാ കാണിക്കുവാ?
വന്നേ, ദേ അവിടെ അടിയായി. ജസ്റ്റിനെ പിടിച്ചു മാറ്റാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. വന്നേ നീ ഒന്ന്. സോറി മക്കളെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഏട്ടൻ പിന്നെ വന്ന് എടുത്തോളാം കേട്ടോ. ബൈ. കോളേജ് നിന്റെ തന്തയുടെ വകയൊന്നും അല്ലല്ലോ. നിന്നോട് പറഞ്ഞതാ ഇമാതിരി സാധനങ്ങൾ ക്യാമ്പസിൽ കയറ്റരുതെന്ന്. ഇനി ഇങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞ നീ തീർന്നു മോനെ. ഇത് രണ്ടാമത്തെ വട്ടാ നിനക്കുള്ള വാണിങ്. ഇനി മേലാൽ ഞങ്ങളുടെ തലേ കയറി നിരങ്ങാൻ വന്ന പിന്നെ നീ കോളേജിൽ ജീവനോടെ ഇരിക്കില്ല. എഴുന്നേറ്റ് പോടാ. ആഹാ, എന്തു നല്ല തുടക്കമല്ലേ. കയറി വന്നപാടെ കണ്ടതടി. എന്നെ നോക്കി നിൽക്കുക. നിങ്ങൾക്കാർക്കും ക്ലാസ് ഇല്ലേ? ഇയാളെന്തിനാ നമ്മളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? നമ്മളെ അല്ല, അയാൾ നിന്നെയാ തുറച്ചു നോക്കുന്നേ. എന്നെ ഒന്നുമല്ല, നിനക്ക് തോന്നുന്നതാ. വന്നേ, നമുക്ക് പോവാം. എനിക്ക് കണ്ണിന് പ്രശ്നമൊന്നുമില്ല. എനിക്ക് കണ്ടാൽ മനസ്സിലാവും അയാൾ നിന്നെ തന്നെയാ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അത് ശരിയാ, ഇവിടെ നിന്നാൽ ശരിയാവില്ല. വാ പോവാ. എടാ ആൽവി, ആ സീനിയർ ചേട്ടനെ നിന്നോട് ക്രഷ് അടിച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. ഓ, നിനക്കിത് എന്താടാ? വന്ന് കയറിയപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ. ഒന്ന് മിണ്ടാതിരിക്കോ? ഞാൻ അതിനെ ഒന്ന് കളഞ്ഞോട്ടെ. ആ, എന്നാലും എന്തിനായിരിക്കും അടി ഉണ്ടാക്കിയത്? പേര് പോലും അറിയത്തില്ല. ഇപ്പൊ ആരോടാ ഒന്ന് ചോദിക്കുക? എടി സനെ, നിനക്കറിയോടി രാവിലെ അടി ഉണ്ടാക്കിയ ചേട്ടന്മാരെ? എനിക്കറിയില്ല, പക്ഷേ ദേ ഇവക്കെല്ലാം അറിയാം. ഈ കോളേജിലെ ഏറ്റവും ഫേമസ് ഗ്രൂപ്പാണ് അവര്. എല്ലാ പെമ്പിള്ളേരും ഈവൻ ആമ്പിള്ളേരടക്കം ചിലവർ അവന്മാരുടെ പുറകെയാ. രാവിലെ കണ്ടതുപോലെ തന്നെ എല്ലാം ഭയങ്കര ഭീകരന്മാരാ. അവരുടെ ഗ്രൂപ്പിന്റെ പേരെന്താണെന്നറിയോ? കേട്ടാ നിങ്ങൾ ഞെട്ടും. ആണോ? എന്നാ പറ, ഞങ്ങളൊന്ന് ഞെട്ടട്ടെ. ബ്ലഡ് ഹണ്ടേഴ്സ്. ദ ഈവിൽ ബ്ലഡ് ഹണ്ടേഴ്സ്. അയ്യേ, ഈ ഊളപ്പേരിനാണോ നീ ഇത്രയും ബിൽഡപ്പ് ഇട്ടത്? ഛേ, ഊളയൊന്നും അല്ല, പേര് പോലെ തന്നെ അവന്മാരെ ചോര ഊറ്റിക്കുടിക്കുന്നാ ഞാൻ കേട്ടത്. അവര് മൊത്തം 5 പേരാ. അവരാണ് കോളേജിന്റെ റാങ്ക് പ്രതീക്ഷ. അതറിയോ? 5 എണ്ണം പഠിപ്പിസ്റ്റുകളാ. അതേപോലെ കയ്യിൽ സകല ചെറ്റത്തരമുണ്ട്. പക്ഷെ പഠിപ്പികളായതുകൊണ്ട് തന്നെ കോളേജ് അതോറിറ്റീസിന് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവന്മാരെന്ത് ചെയ്താലും അവർക്കെതിരെ ഒരു തെളിവ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 3 വർഷമായിട്ട് ഒരു പ്രശ്നമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വിചാരിക്കുന്ന പോലെ അവർ നമ്മുടെ 5th ഇയർ സീനിയേഴ്സ് ഒന്നുമല്ല, വെറും 3rd ഇയറിൽ പഠിക്കുന്ന സീനിയേഴ്സാ. പക്ഷേ 5th ഇയറിൽ പഠിക്കുന്നവർക്ക് പോലും ഇവരെ പേടിയാ. അമ്മാതിരി ഐറ്റങ്ങളല്ല. സിദ്ധാർത്ഥ് മേനോൻ, ആനന്ദ് വർമ്മ, ആദം ജോൺ, ജിതിൻ, 5ാമത്തെ ആള് ജസ്റ്റിൻ അബ്രഹാം. ഇതൊക്കെ നിനക്ക് എങ്ങനെയാടി അറിയുന്നേ? എൻ്റെ കസിൻ അവരുടെ കൂടെയാ പഠിക്കുന്നേ. ഞാൻ ഈ കോളേജിലേക്കാ വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ അവൾ എന്നെ വാൺ ചെയ്തായിരുന്നു അവരുമായിട്ട് അധികം കളിക്ക് പോണ്ടാന്ന്. അൽവി, നീ സൂക്ഷിച്ചോ. ഒന്ന് പോടാ, ചുമ്മാ എന്നെ പറഞ്ഞ് പേടിപ്പിക്കില്ലേ കേട്ടോ. ഹാ, എന്ത് നല്ല ക്യാമ്പസ് ആലേ. നല്ല ക്ലാസ് റൂം, നല്ല ടീച്ചർമാര്, നല്ല ഫ്രണ്ട്സ്. സീനിയേഴ്സ് മാത്രം കുറച്ച് ഹലി, ഞാൻ അങ്ങോട്ട് നോക്കി. നോക്കൂ, മുറ്റത്തിന് മൈന. നീ എന്തിനാ അതൊക്കെ വിളിച്ച് എനിക്ക് കാണിച്ചു തരുന്നേ? എന്ത് വാടാ ക്രിസ്റ്റി. ഇത് അയാൾ നോക്കുന്നു. ഡാ, നിങ്ങൾ രണ്ടും ഇങ്ങോട്ടൊന്ന് വന്നേ. കർത്താവേ, ദേ നമ്മളെ വിളിക്കുന്നു. വാ.